ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകാറുണ്ട് മലയാളികൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഇന്നലെ നേരിട്ട പ്രതിസന്ധി പരിക്കേറ്റവർക്ക് നൽകാൻ ആവശ്യമായ രക്തം ഇല്ല എന്നതായിരുന്നു. രക്തം ആവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ട് അഭ്യർത്ഥന പുറത്തിറക്കി 1 മണിക്കൂറിനകം 3000-ഓളം ആളുകളാണ് സന്നദ്ധരായെത്തിയത്. പരിക്കേറ്റവർക്ക് നൽകാൻ രക്തമില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രക്തം ആവശ്യപ്പെട്ട് അഭ്യർത്ഥന ഇറക്കിയത്. മണിക്കൂറുകൾക്കകം ഓടിയെത്തിയത് 3000-ഓളം പേരാണ്. ചിലരെ രാഷ്ട്രീയ സംഘടനകൾ എത്തിച്ചു. ഏത് ഗ്രൂപ്പ് രക്തമായാലും കൊടുക്കാൻ തയ്യാറാകണമെന്ന ഒരു അഭ്യർത്ഥന മെഡിക്കൽ കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ തന്നെ DYFI തിരുവനന്തപുരം ജില്ലയിലെ രക്തം നൽകാൻ സന്നദ്ധമായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെ ഇവിടെ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയും കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇറങ്ങി. വാട്സപ്പിൽ ഒരു സംഭവം നന്നായി പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ വന്നാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്. വാർത്തയിൽ കണ്ടിട്ട് വന്നതാണ്. ബ്ലഡ് കൊടുക്കാൻ ബ്ലഡ് ആവശ്യമുള്ളതുകൊണ്ട് അറിഞ്ഞു വന്നതാണ്. കൂട്ടം കൂട്ടമായി നാട്ടുകാരും രക്തം നൽകാൻ ഓടിയെത്തി. വാർത്ത കണ്ടായിരുന്നു, അങ്ങനെ അറിഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങളിപ്പോ ഒരു 3-4 പേര് ഒരുമിച്ച് വന്നതാണ്. അവസാനം ഇനി രക്തം വേണ്ട എന്ന് പറഞ്ഞ് അറിയിപ്പ് നൽകേണ്ടി വന്നു ആശുപത്രി അധികൃതർക്ക്. വളരെ അത്യാവശ്യത്തിന് വേണ്ട ബ്ലഡ് നമ്മുടെ കയ്യിലുണ്ട്. കുറെ പേര് ഡൊണേറ്റ് ചെയ്യാൻ നിൽപ്പുണ്ട്. പിന്നെ ഇവരെല്ലാവരും ഒരു കോളിനോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജോ ഒരു ചെറിയ മെസ്സേജ് കണ്ടിട്ട് വന്നവരാണെങ്കിൽ ഇനി ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്നിട്ടും പിരിഞ്ഞു പോകാതെ വരിവരിയായി നിൽക്കുകയായിരുന്നു നല്ല മനസ്സുള്ള മലയാളികൾ. റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.